ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇൻഡോസ് വ്ളോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത്. സംഭവം എന്താണെന്നല്ലേ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഡ്രസ്സിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ലോട്ടസ് താമരയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ചെയ്തത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, എനിക്കും ഒന്ന് ചെയ്താലോ എന്നൊരാഗ്രഹം, ജസ്റ്റ് ഒരു ആഗ്രഹം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എനിക്കറിയത്തില്ല, പെയിൻറ്റിങ് ഒന്നും ചെയ്യാൻ എനിക്ക് തീരെ അറിയില്ല കേട്ടോ. ABCD പോലും എനിക്കറിയില്ല. ഡ്രസ്സിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല, അല്ലാതെ ഞാൻ പെയിൻറ്റിങ് ചെയ്തിട്ടില്ല. കുഞ്ഞാകുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കും, അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സിലൊക്കെ അങ്ങനെ വരയ്ക്കുന്നല്ലാണ്ട് എനിക്ക് വരയ്ക്കാനേ അറിയത്തില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഡ്രസ്സിലൊക്കെ ചെയ്യുന്നത്, പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കി നോക്കാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്താവും എങ്ങനെയാവുന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ. ഓൾറെഡി ഇതിൽ ചെറിയൊരു ഡിസൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു ഓണം ഔട്ട്ഫിറ്റാക്കി മാറ്റാം. എത്രത്തോളം റെഡിയാവുന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ടൊരു ലോട്ടസ് ആമ്പലിനെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല. ഞാൻ പിന്നെ എന്താ പറയുക, യൂട്യൂബൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. എങ്കിലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് എടുത്തിട്ടേ ഉള്ളൂ. അതിനുശേഷം നമ്മളൊരു പേപ്പർ ഡ്രസ്സിൻ്റെ താഴെ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പേപ്പർ പ്രിൻ്റ് അതിൻ്റെ മേലെ വെച്ചിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാനായിട്ട്. എനിക്കിപ്പോൾ വരയ്ക്കാനൊന്നും അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വരയ്ക്കുന്നത്. വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ഡ്രസ്സിലേക്ക് വരച്ചെടുത്താൽ മതിയാവും. ഇതുപോലൊരു പേപ്പറോ കാർഡ്ബോർഡിൻ്റെ പീസോ എന്തെങ്കിലും താഴെ വെച്ചിട്ട് വരച്ചെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആമ്പലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ലോട്ടസ് എന്നാണ്, അത് മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഒരു 3 ആമ്പൽ ഞാൻ താഴ്ഭാഗത്ത് ആ ബോർഡറിൻ്റെ മേലെയായിട്ട് വരച്ചിട്ടുണ്ട്. ആദ്യം ഞാനത് മതി എന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ആമ്പൽ ഞാൻ മേലേക്കും കൂടെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കളർ ചെയ്യാം. ഞാനൊരു ബ്ലൂ വൈറ്റും കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് എത്ര നോക്കിയിട്ടും അങ്ങ് ബ്ലെൻഡ് ആവുന്നില്ലായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ആ ബ്ലൂ വൈറ്റ് മിക്സ് താഴെ അടിച്ചു കൊടുത്തു. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു. പിന്നെയാണത് മനസ്സിലായത്, ഒന്ന് ചെന്ന് കൊടുത്താൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് അത് ബ്ലെൻഡ് ആവാൻ പറ്റാതിരുന്നത്. പിന്നെ ഞാൻ അടുത്ത നെക്സ്റ്റ് പൂവിൽ കളർ ചെയ്തപ്പോൾ വേറൊരു രീതിയിലാണ് ചെയ്തത്. അപ്പോൾ ഏകദേശം 3 കളറായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ പെയിൻറ്റ് ചെയ്യാൻ അറിയാത്തതിൻ്റെ ഒരുപാട് പാളിച്ചകളും അപാകതകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കുളമായി എന്ന് തന്നെ വിചാരിച്ചതാണ്. പിന്നെ അങ്ങനെ ചെയ്തു വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങ് റെഡിയായി. അപ്പോൾ ഞാൻ ആ ഒരു ബ്ലൂ വൈറ്റ് മിക്സ് ഞാൻ ആദ്യം മിക്സ് ചെയ്തിട്ടാണ് താഴെ കൊടുത്തത്. അതിന് ശേഷം ഞാൻ മേലെ ആ പൂവിൻ്റെ ഇതളുകൾക്കാണ് ഞാൻ നീല കൊടുത്തത് കേട്ടോ. ലീഫിൻ്റെ ഭാഗത്ത് നമ്മൾ ആദ്യം ഒരു ഗ്രീൻ കളർ ബോർഡർ ഒന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബോർഡർ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അവിടെ ഗ്രീൻ പെയിൻ്റ് അടിച്ചത്. പിന്നെ ഞാൻ നെക്സ്റ്റ് ഒന്ന് മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്തിട്ട്, അതായത് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായി. നേരത്തെ വരച്ചതിനേക്കാളും ഒന്നും കൂടെ ഫിനിഷിങ് കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മാർക്ക് ചെയ്ത് വരച്ചപ്പോൾ, അതായത് ഒരു ബ്ലാക്ക് മാർക്കർ കൊണ്ട് വരച്ചപ്പോൾ ഒന്നും കൂടെ ഭംഗിയായിട്ട് തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ പൂവും ഓരോ രീതിക്കാണ് ഞാൻ വരച്ചെടുത്തത്. അതിനുശേഷം ഞാൻ പൂക്കളൊക്കെ ഫിനിഷ് ചെയ്തപ്പോൾ എനിക്കൊരു ലുക്ക് തോന്നിയില്ല.
പിന്നെ ഞാൻ വിചാരിച്ചു ഇതിലൊരുപാട് റൗണ്ട്സ് ഉണ്ട്, ഗോൾഡൻ കളർ റൗണ്ട്സ് ഇതിലൊരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്രീൻ കളർ കൊണ്ട് അതിനെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്തു. കണ്ടില്ലേ, ആദ്യം ഞാൻ വിചാരിച്ചത് ആ പൂവിൻ്റെ ഭാഗം മാത്രം, താഴ്ഭാഗം മാത്രം ഒന്ന് വരച്ചു കൊടുക്കുക എന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ തോന്നി. അതായത് മേലെ ഭാഗത്തേക്കും കൈയിൻ്റെ ഭാഗത്തേക്കും ഒക്കെ ഞാനത് ചെയ്ത് വന്നപ്പോഴാണ് ഈ ഡ്രസ്സിൻ്റെ ഫുൾ ലുക്ക് അങ്ങ് മാറിപ്പോയത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയ്ക്ക് ഭംഗിയൊന്നും ഞാൻ തീരെ വിചാരിച്ചതേ ഇല്ല. ആ റൗണ്ട്സ് ഞാൻ താഴെ മാത്രം ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഞാൻ മേലേക്കൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഞാനൊരു ഭാഗം ഫ്രണ്ട് ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഭാഗം മാത്രം കുറച്ച് ഞാനൊന്ന് പോർഷൻ വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഞാൻ പറ്റണ പോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിതൊരു ദിവസം ഫുൾ ഉണങ്ങാനായിട്ട് വെച്ചു. ഞാനിത് 3 ദിവസം എടുത്തിട്ടാണ് ഈ വർക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയത് കേട്ടോ. കാരണം ഒരു ദിവസം കൂടെ ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം ഫുൾ ഉണങ്ങിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ദിവസം ഇതിന് അയോൺ ചെയ്തെടുക്കാണ്ട്. അയോൺ ചെയ്യണം, എന്തായാലും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പെയിൻ്റൊക്കെ ഇളകിപ്പോരും. അപ്പോൾ ഫസ്റ്റ് ഞാനതിൻ്റെ മേലൊരു പേപ്പർ വെച്ചിട്ട് ഒന്ന് അയോൺ ചെയ്തെടുത്തു. അതിനുശേഷം ആ പേപ്പർ മാറ്റിയിട്ടും ഒന്ന് അയോൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് അയോൺ ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു പെയിൻറ്റ് പോലും ചെയ്യാൻ അറിയാത്ത ഞാൻ, വരയ്ക്കാൻ അറിയാത്ത ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയ്ക്ക് പെർഫെക്ഷനായിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. കുറേ അപാകതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ നല്ലൊരു ലുക്കായിട്ടുണ്ട് കേട്ടോ. എനിക്ക് വളരെ സന്തോഷമായി, ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ, ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായല്ലോ ഒന്ന്. അപ്പോൾ സംഭവം എന്തായാലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ടാറ്റാ.